ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് ഡെസേർട്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കാരമൽ പുഡിംഗ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അത് 3 മെത്തേഡ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ 2 മുട്ട, 2 കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കാം. നല്ല ഗോൾഡൻ കളർ, നല്ല കുറച്ചും കൂടി ബ്രൗൺ കളറായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം മെൽറ്റ് ചെയ്ത് എടുപ്പിക്കാം കേട്ടോ. അപ്പം നല്ല പതയൊക്കെ വന്ന് കുറച്ചൊന്നും തിക്കും കൂടി ആവണം കേട്ടോ. അധികം ലൂസായി പോകരുത്. കാരമൽ പുഡിംഗ് കഴിക്കാതെ ആൾക്കാരില്ല അല്ലേ. അപ്പം ചില ആൾക്കാർക്ക് അത് ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് വരാറുമില്ല. അപ്പം ഈ മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ ഒരു മോൾഡിൽ ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിരിക്കണം. അതേപോലെ അധികം തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ എല്ലാ സൈഡും എത്തണമെന്നില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായിരിക്കണം. അത് ഓട്ടോമാറ്റിക് കുറച്ച് കട്ടിയായി വന്നോളും. ഓക്കെ, അപ്പോൾ ഇതൊരു ചായപാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ചെറിയ കഷ്ണം തോടുകൂടി മുട്ടേൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ടെടുത്താൽ ഇത് വേഗം കിട്ടില്ല, കുറേ പരിശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുട്ടയുടെ തോട് കൊണ്ട് തന്നെ ഇതെടുത്ത് കഴിഞ്ഞാൽ വേഗം ഇങ്ങ് പോന്നോളും കേട്ടോ. അപ്പം അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. മുട്ട ശരിക്കും വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആകുന്ന വരെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പതഞ്ഞ് വരണം. അപ്പോൾ ഞാൻ നല്ലോണം മൂരൊക്കെ കടയുന്ന പോലെയാണ് ഞാൻ മുട്ട ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാകുന്ന വരെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. ഇതേ സമയം പാലൊന്ന് ശ്രദ്ധിക്കുക. പാല് നമ്മൾ ഡയലൂട്ട് ചെയ്യാത്തതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പാലിൻ്റെ ക്വാണ്ടിറ്റി 2 കപ്പാണ് ഞാൻ എടുത്തത്, ഫുൾ ഫാറ്റ്. അത് 1 കപ്പാകുന്ന വരെ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്ത് കുറുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് എടുത്ത് വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് കുറുകി വന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി പാല് തണിയാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പാലിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വേഗം ഒന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നല്ലോണം തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാല് അരിച്ചിട്ട് വേണം മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഫസ്റ്റ് ടൈം ബൗളിലേക്ക് മാറ്റുന്ന സമയത്ത് അരിക്കാൻ വിട്ടു. അപ്പം നിങ്ങൾ അങ്ങനെ ചേർത്ത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കാരമൽ ഒഴിച്ചു വെച്ച പാത്രത്തിലുള്ള കാരമലൊക്കെ നല്ലോണം കട്ടിയായി നിന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ആ കാരമൽ എന്തായാലും കട്ടിയായി നിൽക്കണം, അല്ലെങ്കിൽ ഈ ബാറ്റർ നമ്മൾ അതിൽ ഒഴിക്കുമ്പം അതെല്ലാം കൂടി മിക്സായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ കാരമൽ ചെയ്തിട്ട് ഷുഗർ കാരമൽ ചെയ്തിട്ട് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിന്നിലേക്ക് ഞാൻ 2 ടിന്നിലും നിറച്ചിട്ടും വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ഒരു മെത്തേഡിൽ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ച ഓക്കെ 3 മെത്തേഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഈ 2 മെത്തേഡ് ഞാനിത് ഫോയിൽ കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേലൂടെ. എന്നിട്ട് ഒരു ഫോക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഞാൻ മെത്തേഡ് ചെയ്യുന്നത് ഒരു വലിയ പാത്രം എടുക്കുക, അതിലേക്ക് റിങ് ഇറക്കി വെക്കുക. അതിൻ്റെ മേലെ ഈ നമ്മളുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ വെച്ചിട്ട് നല്ലോണം അടച്ചുറപ്പുള്ള പാത്രമായിരിക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം മൂടി വെക്കാം. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തത് ഞാൻ ഇഡ്ഡലി കുക്കറില്ലേ, നമ്മൾ സാധാ സ്റ്റീമർ, അതിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ തട്ട് വെച്ച് ഇനി അതിൻ്റെ മേലെ അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ. അത് നല്ലോണം ടൈറ്റായിട്ട് മൂടി വെക്കാം. ഈ 2 മെത്തേഡും കഴിഞ്ഞ് പിന്നെ ഒരു മെത്തേഡാണ് നമ്മൾ അവനിൽ നമുക്ക് എൻ്റെ കൺവെൻഷൻ ഓവനാണ്. അതിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവും പുഡിങ്ങിൻ്റെ. അപ്പം ഏത് പുഡിങ്ങും എടുക്കാം. ആ പുഡിങ്ങിൽ ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട്. അവനിൽ കിട്ടുന്ന ഉള്ളിൽ വെക്കുന്ന റാക്ക് ഉണ്ടാവും. ആ റാക്കിൽ 30 to 40 മിനിറ്റ്സാണ് എനിക്ക് അവനിൽ ടൈം എടുത്തത്. ഗ്യാസിൽ ചെയ്യുന്ന രണ്ടും എനിക്ക് 35 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എടുക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് നിങ്ങൾ തുറന്ന് നോക്കുക. അപ്പോൾ അത് തൊട്ട് നോക്കുമ്പം തന്നെ അത് നല്ല സ്റ്റിഫായി നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് പരുവായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം. എന്നാലാണ് നല്ല കറക്റ്റ് പരുവായിട്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് 3 മെത്തേഡ്. ഇനി ഫ്രിഡ്ജിൽ ഞാൻ പുറത്തെടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഈ 2 സൈഡും നമ്മൾ കത്തി വെച്ചിട്ട് നല്ലോണം സ്ക്രേപ്പ് ചെയ്തെടുക്കുക. പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുന്നേ തന്നെ ഈ സൈഡ്സ് ഒന്ന് നമ്മളൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് പുറത്തോട്ട് വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലഫി ആയി നിൽക്കുന്ന നല്ല സോഫ്റ്റ് ഫ്ലഫി നമ്മളുടെ കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ഈസി നമ്മൾ സ്റ്റീമറിൽ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ.
അപ്പം ഈ ഓവനിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാ ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം സൂപ്പറായിട്ട്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.